നമുക്കിന്ന് ക്യാപ്സിക്കം കൊണ്ട് ഒരു കറി ഉണ്ടാക്കിയാലോ. ക്യാപ്സിക്കവും സവോളയും വെളുത്തുള്ളി കുറച്ച് തൈരും കൂടെ വേണം കേട്ടോ. നമുക്കിത് കട്ട് ചെയ്തിട്ട് ക്വിക്കലി എങ്ങനെയാണെന്ന് നോക്കാം ഒരു കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്യാപ്സിക്കം റെഡും ഗ്രീനും ഞാൻ അരിഞ്ഞു. പിന്നെ ഇച്ചിരി വെളുത്തുള്ളി, സവോള, പിന്നെ നമ്മൾ 2 ചില്ലി ഇടുന്നുണ്ട് ചെറിയൊരു എരിവിന് വേണ്ടി, കുറച്ച് കറി ലീഫും. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ തൈരാണ് കേട്ടോ. നമുക്ക് വേഗം ഉണ്ടാക്കാം എങ്ങനെയാണ്. എണ്ണ ഒഴിച്ച് നമുക്ക് കടുക് പൊട്ടിച്ചിട്ട് സാധാരണ നമ്മൾ കറി വെക്കുന്ന പോലെ ഒന്ന് ഉള്ളി സവോളയൊക്കെ വഴറ്റിയെടുത്ത് സവോള ചെറുതായിട്ട് വഴന്നു വരുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. അത് നന്നായിട്ടൊന്ന് വഴന്നു വരുമ്പോൾ നമുക്ക് ക്യാപ്സിക്കം ഇടാം കേട്ടോ. ഈ ക്യാപ്സിക്കം ഒത്തിരി വെന്ത് വഴന്നു പോകരുത് കേട്ടോ. നമുക്കിങ്ങനെ വെന്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് വേറൊരു രീതിയിലായി പോകും. നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി അതിൻ്റെ ആ ക്രഞ്ചിനെസ് ഇരിക്കണം, എന്നാലാണ് നല്ലത്. ഒരു 3 സ്പൂൺ യോഗട്ട് ചേർക്കുവാണ്. ചാറ് ഇച്ചിരി വേണ്ടവർക്ക് ഒരു ശകലം വെള്ളം ഒഴിക്കാം കേട്ടോ. ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചു, അത് ഞാൻ എടുക്കാൻ മറന്നുപോയി. അപ്പം നമ്മുടെ ക്യാപ്സിക്കം കറി ഉണ്ടാക്കിയത് നമുക്ക് ഒന്ന് കഴിച്ചു നോക്കിയാലോ. ഒരു ചോറിൻ്റെ കൂട്ടത്തിലും ചപ്പാത്തിയുടെ കൂട്ടത്തിലൊക്കെ കഴിക്കാൻ നല്ലതാണ്. ഇച്ചിരി എടുത്തിട്ട് ശരിക്കും പറഞ്ഞാൽ നല്ല ഇങ്ങനെ ഒരെണ്ണം തിന്നാൻ തോന്നുന്നു എനിക്ക്. ക്യാപ്സിക്കം ഇങ്ങനെ ഇവിടെയൊക്കെ ക്യാപ്സിക്കം ആൾക്കാർ ഇങ്ങനെ ക്രഞ്ചി പച്ചയ്ക്ക് തിന്നു കേട്ടോ. സ്കൂളിലൊക്കെ സ്നാക്സായിട്ട് പിള്ളേർക്ക് കൊണ്ടുപോകും. എനിക്ക് ക്രഞ്ചി ആയിട്ട് അങ്ങനെ കടിക്കുന്നതാണ് ഇഷ്ടം. എന്തുമായാലും ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഇങ്ങനെ ബിളബിളെന്ന് വരുന്നത് ഒരു രസമില്ല. പക്ഷെ ഇത് ക്രഞ്ചി ആയിട്ടിരിക്കുമ്പോൾ സൂപ്പർ. ട്രൈ ചെയ്ത് നോക്കും കേട്ടോ, നല്ലതാണ്.